ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ലിജിൻ ജോസ് സംവിധാനം ചെയ്ത് ഉർവശി, ഐശ്വര്യ രാജേഷ്, രമ്യ നമ്പീശൻ, ലിജിമോൾ ജോസ്, ഷാബുമോൻ, പാർവതി തെരുവോത്ത്, രാജേഷ് മാധവൻ, ഗുരു സോമസുന്ദരൻ, പ്രതാപ് പോത്തൻ എന്നിവർ കഥാപാത്രങ്ങളിൽ അഭിനയിച്ച ഹെർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമ ഹെർ എന്ന ഈ മൂവി 2023 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ മൂവിയാണ്. ഇതിപ്പം മനോരമ മാക്സിലൂടെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. 5 പെണ്ണുങ്ങളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമ വളരെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഓരോ കഥകളും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ പോണത്. വളരെ നന്നായിട്ട് തന്നെ ഈ സംവിധായകൻ ഈ സിനിമ എടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഐശ്വര്യ രാജേഷിൻ്റെ കഥയാണ്. ആ കഥ വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ആ കഥയിൽ സ്ത്രീകളുള്ള ആൾക്കാരുടെ, അതാണായാലും പെണ്ണായാലും, പെരുമാറ്റമാണ് സിനിമയിൽ ശരിക്കും സൂചിപ്പിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ ആ വേഷം ഐശ്വര്യ രാജേഷ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഗുരു സോമസുന്ദരത്തിന് എല്ലാ കഥയിലും ഗുരു സോമസുന്ദരത്തിൻ്റെ ചെറിയ ചെറിയ വേഷങ്ങളുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ളത് ഈ സിനിമയിൽ ഇതിലും ലാസ്റ്റത്തെ കഥയിലുമാണുള്ളത്. ആ ഗുരു സോമസുന്ദരം അഭിനയിച്ച ആ ക്യാരക്ടർ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐശ്വര്യ രാജേഷിന് ശബ്ദം നൽകിയത് ആരാണെന്ന് അറിയില്ല. അത് തീരെ ഒരു മാച്ചില്ലാത്ത ശബ്ദമായിപ്പോയി. ശബ്ദം നൽകിയ ആൾ ബുക്ക് നോക്കിയിട്ട് വായിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് വന്നിരുന്നു. അത് എല്ലാവർക്കും വരുമെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ഫീലിംഗ് വന്നിരുന്നു. എന്തായാലും ഐശ്വര്യ രാജേഷ് വളരെ നന്നായിട്ടാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചുള്ളത്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കഥ എന്ന് പറയുമ്പോൾ രമ്യ നമ്പീശൻ്റെ സ്റ്റോറിയാണ് വരുന്നത്. രമ്യ നമ്പീശൻ തള്ള് മാത്രം ഉള്ള ഒരു പൊങ്ങച്ചം നിറഞ്ഞ ഒരു സ്ത്രീകളുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. രമ്യ നമ്പീശൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. രമ്യ നമ്പീശൻ്റെ ക്യാരക്ടർ ശരിക്കും ഒറിജിനൽ ഏതോ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്ത പോലെ ഉണ്ട്. ആരൊക്കെ നമുക്ക് സംശയം തോന്നും, ആരെ ക്യാരക്ടറാണ് ഇതേപോലെ ചെയ്യണമെന്ന് നമുക്കിങ്ങനെ ചിന്തിക്കും. അതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ രമ്യ നമ്പീശൻ്റെ ഭർത്താവായിട്ട് റോണി ഡേവിഡ് ഈ സിനിമയിൽ ചെറിയ വേഷമായിട്ടുള്ളൂ, എങ്കിലും ചെറിയൊരു വേഷമുള്ളൂ. പക്ഷെ എന്നാലും അത് വളരെ നന്നായിട്ട് തന്നെ റോണി ഡേവിഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ ക്യാരക്ടറിൽ തന്നെ രാജേഷ് മാധവൻ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ റോണി ഡേവിഡിൻ്റെയും രമ്യ നമ്പീശൻ്റെയും കൂടി മകളായിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടി അഭിനയമൊന്നുമില്ല, പക്ഷെ അതിന് മുഖഭാവമുണ്ട്. അത് ശരിക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് വളരെ നന്നായിട്ട് ശരിക്കും ആ ക്യാമറാമാൻ അതിലിങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ അത് ഈ രമ്യ നമ്പീശൻ്റെ ഈ കഥയിൽ കുറേ കോമഡി വരുന്നുണ്ട്. നല്ല രസമുള്ള കുറേ കോമഡിയും കുറച്ച് മനസ്സിനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയത് രമ്യ നമ്പീശൻ്റെ കഥയാണ്. ബാക്കിയുള്ളതൊക്കെ കുറച്ചൊന്ന് വെറൈറ്റി, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഉർവശിയും പ്രതാപോത്തനും ഉള്ള കഥയാണ്. ആ കഥ എന്ന് പറഞ്ഞാൽ അവരെ പ്രായമുള്ള ഓൾഡായിട്ടുള്ള 2 ദമ്പതിമാർക്ക് ഇടയിലേക്ക് അലക്സ വരുന്നതാണ്. അലക്സ വരുമ്പോൾ ഉള്ള സ്നേഹബന്ധങ്ങളുടെ മാറ്റം ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഉർവശിൻ്റെയും പ്രതാപോത്തൻ്റെ ഒന്നും അഭിനയത്തിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ ഓൾറെഡി നല്ല അഭിനയം തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ല അഭിനയമായിരുന്നു. പിന്നെ ലിജിമോൾ ജോസിൻ്റെ സ്റ്റോറി അത് പോരാ. ആ സ്റ്റോറി മാത്രം വലിയൊരു പോരാ. പിന്നെ അതുപോലെ തന്നെ ലിജിമോൾ ജോസിൻ്റെ അഭിനയം തീരെ പോരാ. അത് എല്ലാ സിനിമയിലും ഒരേ ലുക്കാണ് ആ ലിജിമോൾ ജോസിനുള്ള ഫേസ്. അഭിനയിക്കാൻ അറിയില്ല, വേറെ എല്ലാവരെയും കൊണ്ടുവരായിരുന്നു. പിന്നെ കഥയും വലിയ പോരാ. പിന്നെ പാർവതിൻ്റെ കഥയിൽ പ്രത്യേകിച്ച് കഥ ഒന്നുമില്ല. ചെറിയൊരു സ്റ്റോറിയേ ഉള്ളൂ, ചെറിയൊരു കഥയുള്ളൂ. അതിന് കഥ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഫുള്ള് അപശകുനങ്ങൾ അതിലിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റോറിനായിട്ടും ഇത് ബന്ധം ഉണ്ടായതുകൊണ്ട് ആ ബന്ധങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നല്ലാതെ അവസാനത്തെ കഥയാണ് പാർവതി തെരുവത്തിൻ്റെ കഥ. പിന്നെ പാർവതി തെരുവത്തിൻ്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. വളരെ നന്നായിട്ട് തന്നെ ഡയറക്ടർ എല്ലാം കൂടിയും കോർത്തിണക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. അപ്പോൾ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴും എല്ലാവർക്കും നമസ്കാരം. ബൈ.